മോർണിംഗ് ഗൈസ്, നിങ്ങൾ ചെടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളതിൻ്റെ തലഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അടിഭാഗത്തു നിന്ന് നല്ല തളിരിലകൾ വന്ന് അത് നല്ല ബുഷിയായി ഭംഗിയായിട്ടിരിക്കും. വീണ്ടും നല്ല പച്ചപ്പോടെ നിറഞ്ഞു നിൽക്കും. അത് കാണാനാണ് സത്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ. നമ്മളൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലെയുള്ള കട്ടിങ്സ്, അതായത് ഇമോഷണലി മെൻ്റലി ചിലപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം നമ്മളെ അങ്ങനെ ഡൗൺ ടു എർത്തായിട്ട് വലിച്ചിടുന്നത്. ചിലപ്പോൾ അത് അവർ പോലും മനസ്സിലാക്കുന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വല്ല വീഴ്ചകളോ ഇഞ്ചുറിയോ ഒക്കെ ശരീരത്തിന് സംഭവിച്ചൊന്നും ഇരിക്കാം, മനസ്സിനും. അപ്പം നമ്മൾ ഇങ്ങനെയൊരു കണ്ടീഷനിൽ അതിൽ നിന്ന് വീഴാതെ കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ അപ്പോഴാണ് നമുക്കിതുപോലെ മനോഹരമായി വീണ്ടും വിരിയാൻ സാധിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചൊരു ദിവസം ജോലിക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടി ഇന്ന് പോകണോ, നമുക്കിന്ന് ടൂറ് പോകാം, അല്ലെങ്കിൽ നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കാം. ചിലപ്പോൾ അവരറിയാതെ പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞായിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ, നമ്മുടെ പാത്ത് വേ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ നല്ല ബുഷിയായിട്ട് ഭംഗിയായിട്ട് പിന്നീട് ശോഭിക്കാൻ സാധിക്കും.